ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പായസമാണ് പനീർ പായസം. അതായത് പനീർ ഖീർ എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പനീർ ഒരു ചെറിയ ബൗളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, അത് സെയിം പനീറിൻ്റെ അതേ അളവിൽ. പിന്നെ പാല്, 1/2 ലിറ്റർ പാല്, 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, കാഷ്യൂ നട്ട്, കിസ്മിസ്, നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. കാഷ്യൂ നട്ടും കിസ്മിസും ഏകദേശം 15ഓളം വീതം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പാനിൽ നെയ്യ് ഒഴിക്കാം. ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള അത്രയും നെയ്യ് മതി. നെയ്യ് നന്നായിട്ട് ചൂടാവണം. അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഓക്കെ, അത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിലേക്ക് മുന്തിരിങ്ങ ഇടാം. ഞാനിപ്പോൾ കുറച്ചാണ് വച്ചേക്കുന്നത്. ചൂട് ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചാണ് വച്ചേക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിൽ. എൻ്റെ നിറമൊക്കെ മാറി. നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പിടാം. അണ്ടിപ്പരിപ്പ് നിറം മാറുന്ന വരെ, സാധാരണ നമ്മൾ പായസത്തിലൊക്കെ ഇട്ടില്ല അതുപോലെ നമുക്ക് ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇതുപോലെ മാറ്റിയാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിറം മാറി വരുന്നുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നെയ്യ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. ഇപ്പോൾ കുറച്ച് നെയ്യുണ്ട്, അത് മാറ്റി വീണ്ടും പാൻ വെക്കുക. ഇതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. ഏകദേശം 1/2 ലിറ്റർ, ഒരു കവറ് പാൽ ആണ് എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. നിങ്ങൾ മേടിക്കുന്നതാണെങ്കിൽ അത് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ പൊടിച്ചാൽ മതി. ചെറുതായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. ഞാൻ ആ ബൗളിൽ എടുത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, അതുപോലെ ചെറുതാക്കുക. അന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, അത് നന്നായിട്ട് പൊടിഞ്ഞോളും. പാല് ചൂടായി വരുന്നുണ്ട്. തിളച്ചു. ഇനി നമുക്ക് അതിലേക്ക് പനീർ ഇടാം. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, കണ്ടില്ലേ, ചെറിയ ബൗളിലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾ എത്ര എടുക്കുന്നോ അതേ സെയിം അളവിൽ ഇരട്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ബാക്കി സാധനങ്ങളും അതിൻ്റെ ഇരട്ടി ഇടാൻ ശ്രദ്ധിക്കാം. മധുരമൊക്കെ പിന്നെ ഓരോരുത്തരുടെ പാകം അനുസരിച്ചിട്ടാണല്ലോ. കാരണം ഒരല്പം മധുരപ്രിയ ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം മധുരം ചേർക്കുന്നുണ്ട്. പഞ്ചസാര
അതേ അളവിൽ ഒരു ചെറിയ ബൗളിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പാലിൽ കിടന്ന് ഈ പനീറും വേവും, പഞ്ചസാര അതിൽ പിടിക്കുകയും ചെയ്യും. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മധുരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അത് കാരണം ഞാൻ എന്തുണ്ടാക്കിയാലും ഒരല്പം മധുരം കൂടി നിൽക്കാറുണ്ടെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് പായസത്തിന് മധുരം ഇല്ലാണ്ട് എന്താണല്ലേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടില്ല, നമ്മൾ ഒഴിച്ച ആ പാലിൻ്റെയൊക്കെ നിറമൊക്കെ മാറി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചപ്പം പിന്നെ പാലിൻ്റെ അളവ് കുറഞ്ഞു. ഒരുപാട് കട്ടിയായിട്ടുമല്ല, ഒരുപാട് ലൂസായിട്ടുമല്ല. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട്, കണ്ടില്ല, ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല. നമ്മുടെ പനീർ പായസം റെഡി. എളുപ്പമല്ലേ? നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, നാളെ 1 മണിക്ക് വേറൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, ബൈ ബൈ.